എല്ലാവരും നല്ല ഭംഗിയായി തന്നെ മോഡൽ എക്സാം എഴുതിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കെമിസ്ട്രിയുടെ മോഡൽ എക്സാം ചോദ്യപേപ്പറിൻ്റെ ആൻസർ ഡിസ്കഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തുന്നത്, എവിടെയൊക്കെയാണ് മിസ്റ്റേക്ക് വന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടാകാം, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ചോദ്യപേപ്പർ വിശകലനം ചെയ്യുന്നതിലൂടെ, ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഡിഫിക്കൽട്ടി നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ ഇച്ചിരി ഹാർഡായിട്ടുള്ള ഒരു ചോദ്യപേപ്പർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. പലർക്കും പല അഭിപ്രായം കാണുമെങ്കിലും കുറച്ച് പാടുള്ള ഒരു ചോദ്യപേപ്പർ ആയിരുന്നു, അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. അതായത് ഒരു ശരാശരി കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു A+ നേടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഒരു A ഗ്രേഡ് വരെ നമുക്ക് അത്യാവശ്യം പോകാൻ പറ്റുമെങ്കിലും A+ ഈ പറയുന്ന ചോദ്യപേപ്പറിൽ നേടിയെടുക്കണമെങ്കിൽ കുറച്ചധികം പാടുണ്ടായതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ചോദ്യപേപ്പർ നോക്കാം. നമുക്ക് വന്ന വഴിയുമില്ല, ഈ വന്ന ചോദ്യപേപ്പറുകളുടെ വഴിയൊക്കെ നോക്കി പോയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് അടുത്ത് വരാൻ പോകുന്ന ഫൈനൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കാമല്ലോ ചോദ്യപേപ്പർ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു സം സോൾട്ട് ആണ്. അതായത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ Na2CO3 എന്ന് പറയുന്നത് ഒരു ബേസിക് സോൾട്ട് ആണെന്നാണ് പറയുന്നത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. കാരണം നമ്മുടെ Na2CO3 എന്ന് പറയുന്നത് എന്താണ്, ഒരു ബേസിക് ആയിട്ടുള്ള സോൾട്ടാണ് അല്ലേ. അത് H2CO3 അതുപോലെ തന്നെ എന്താണ് നമ്മുടെ NaOH ചേർന്ന് ഫോം ചെയ്ത ഒന്നാണെന്ന് പറയുന്നത് Na2CO3 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ H2CO3 ഒരു വീക്ക് ആസിഡും NaOH എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ബേസും ആയതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരു ബേസിക് സോൾട്ട് എന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്ത് NH4Cl എന്ന് പറയുന്നത് ഒരു അസിഡിക് സോൾട്ട് ആണെന്ന് പറയുന്നുണ്ട്, അതും എന്താണ്, ശരിയാണ്. കാരണം എന്താണ്, HCl എന്ന് പറയുന്ന സ്ട്രോങ് ആയിട്ടുള്ള ആസിഡും NH4OH എന്ന് പറയുന്ന വീക്ക് ബേസും ചേർന്ന് ഉണ്ടായിട്ടുള്ളത്, അപ്പോൾ ഇത് ശരിയാണ്. അടുത്ത് NaCl അണ്ടർഗോസ് സോൾട്ട് ഹൈഡ്രോളിസിസ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്. കാരണം ഈ പറയുന്ന KCl-ഉം NaCl-ഉം രണ്ടുപേരും എന്ത് തന്നെയാണ്, രണ്ടുപേരും ന്യൂട്രൽ ആയിട്ടുള്ള സോൾട്ടുകൾ തന്നെയാണ്. അപ്പോൾ ഈ ന്യൂട്രൽ ആയിട്ടുള്ള സോൾട്ടുകൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, സോൾട്ട് ഹൈഡ്രോളിസിസിന് വിധേയമാകത്തില്ല എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം. കാരണം ഇവർ വെള്ളത്തിൽ അലിയുമ്പോഴത്തേക്കും ഇവർ Na+ഉം അതുപോലെ തന്നെ എന്താണ് Cl- ആയിട്ട് മാറുമെന്നേ ഉള്ളൂ. അതായത് ഇവരൊരിക്കലും ഈ പറയുന്ന വെള്ളത്തിൻ്റെ pH മൂല്യത്തിൽ മാറ്റങ്ങളൊന്നും തന്നെ വരുത്തുന്നില്ല. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്, അണ്ടർഗോസ് സോൾട്ട് ഹൈഡ്രോളിസിസ് എന്നാണ്. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ C ആണ് നമ്മുടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സം സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു റിഫൈനിങ് ഓഫ് മെറ്റൽസ് ആർ ഗിവൺ ബിലോ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് മെറ്റൽ ലൈക്ക് ടിൻ ആൻഡ് ലെഡ് ആർ പ്യൂരിഫൈഡ് ബൈ ഡിസ്റ്റിലേഷൻ. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ടിൻ ആൻഡ് ലെഡ് എന്നല്ല, ഡിസ്റ്റിലേഷൻ വഴിയല്ല പ്യൂരിഫൈ ചെയ്യുന്നത്. ഇൻ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ഇംപ്യൂർ മെറ്റൽ ഈസ് യൂസ്ഡ് ആസ് കാഥോഡ്. അത് തെറ്റാണ് അല്ലെ. ഇംപ്യൂർ മെറ്റൽ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ആനോഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ്. അടുത്ത് വെൻ മെറ്റൽ വിത്ത് ലോ മെൽറ്റിംഗ് പോയിന്റ് കണ്ടെയ്ൻ ഇംപ്യൂരിറ്റി വിത്ത് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ദ മെത്തേഡ് യൂസ്ഡ് ഈസ് ലിക്വേഷൻ. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇവിടെ ശരി എന്ന് പറയുന്നത്. അതായത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഇൻകറക്റ്റ് ബട്ട് 3 ഈസ് കറക്റ്റ് ആണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം നല്ല ടഫായതുകൊണ്ട് തന്നെ പല കുട്ടികളും ഇത് ചിലപ്പോൾ തെറ്റിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടാകത്തില്ല. എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്താണ് അസിഡിക് സോൾട്ട്, എന്താണ് ബേസിക് സോൾട്ട്, അല്ലെ എന്താണ് ന്യൂട്രൽ സോൾട്ട് പഠിച്ചു. പക്ഷേ ഈ സോൾട്ട് ഹൈഡ്രോളിസിസ് എന്ന വാക്ക് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ടെങ്കിൽ അതിനൊരു ശ്രദ്ധ അധികം കൊടുത്തിട്ടുണ്ടാവത്തില്ല. അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം. ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് എന്താണ് ഇവിടുത്തെ, ഇത് രണ്ടാമത്തെ ഉത്തരം കുറച്ച് സിമ്പിൾ ചോദ്യമാണ്. 3 കുഴപ്പിച്ചൊരു ചോദ്യം തന്നെയാണ്. ഓക്കെ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളിയം ആൻഡ് പ്രഷർ ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇസ് ഗിവൺ റാൻഡംലി ഇൻ ദ ടേബിൾ മാച്ച് ദ ഫോളോയിങ്. ഇത് കണ്ട് പല കുട്ടികളുടെയും കിളി പറഞ്ഞതായിട്ടാണ് അറിയുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക, പ്രഷറും വോളിയവും അല്ലെ, പാപം ബോയിൽ എന്ന് പറയുമ്പോൾ ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ. അത് ബോയിൽസ് ലോയുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ചോദ്യമാണ്. ബോയിൽ നിയമത്തിൽ പറയുന്നത് P ഈസ് പ്രപ്പോർഷണൽ ടു 1/V എന്നാണ്. അതുപോലെ നമ്മൾ പറഞ്ഞു PV ഈസ് ഈക്വൽ ടു എന്താണ്, എ കോൺസ്റ്റന്റ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് ഇവിടെ നോക്കിയേ, പ്രഷർ തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്. പ്രഷർ 8 അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ഏത് വോളിയം വരും, നമുക്കറിയാം പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയണം. അപ്പോൾ തന്നിട്ടുള്ളത് ഏറ്റവും കുറവ് വോളിയം 2 ലിറ്റർ ആണ്. മാത്രമല്ല PV എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് 8 × 2 16 എന്ന ഒരു വാല്യൂയിലോട്ട് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ അത് രണ്ടും വേണമെങ്കിൽ മാച്ച് ചെയ്യാം. പക്ഷേ രണ്ടാമത്തിലാണ് പ്രശ്നം. രണ്ടാമത്തത് 2 ATM ആണ് തന്നിട്ടുള്ളത്, ഏറ്റവും കുറഞ്ഞ പ്രഷറാണ്. അപ്പോൾ വോളിയം ഏറ്റവും കൂടുതലായിരിക്കണം. ഏറ്റവും കൂടിയ വോളിയം ഇതിൽ 12 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അതായത് 2 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ വോളിയം എന്ന് പറയുന്നത് 12 ആണെങ്കിൽ 12 ×
2 24 എന്ന് വരും കോൺസ്റ്റന്റ്. 4 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായാലും 2ഉം വരത്തില്ല 12ഉം വരത്തില്ല. അപ്പൊ പിന്നെ 3നും ഇതിനും ഇടയിൽ വരുന്ന ഏതാണ്? 6 ഇട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതിങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ 4 എന്ന് പറയുന്നത് എത്രയ്ക്ക് ഈക്വലാണ്? 6. 6 4 അല്ലേ 24. അപ്പൊ നമുക്ക് നോക്കി രണ്ടിടത്തും കോൺസ്റ്റന്റ് കിട്ടി അല്ലേ. നമ്മുടെ വോയിലോ പറയുന്ന അനുസരിച്ച് പ്രഷർ ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഈ പറയുന്ന രണ്ടാമത്തെയും മൂന്നാമത്തെയും കേസിൽ നമുക്ക് 24 എന്ന് കിട്ടി, പക്ഷേ ആദ്യത്തെയും മാത്രം 16. എന്നാൽ നമുക്ക് നോക്കി ഇതാ ഇവിടെ 3 കിടക്കുകയല്ലേ. എന്നാൽ ഈ 2ന് പകരം നമുക്കിവിടെ എന്തിട്ട് കൊടുത്തു നോക്കാം? നമുക്കിവിടെ 3 ഇട്ട് കൊടുത്തു നോക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടി? 24 കിട്ടി. അങ്ങനെ ആയപ്പോൾ പ്രഷർ ഇൻറ്റു വോളിയം എന്ന് പറയുന്ന എല്ലായിടത്തും കോൺസ്റ്റന്റ് ആയി വരുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. 1 എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. അപ്പോൾ എ എന്ന് അല്ലെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 6ന് ഈക്വൽ ആണ്. വൈ എന്ന് പറയുന്നത് എന്താണ്? 2 എന്ന് പറയുന്നത് എത്രയ്ക്കാണ്? 12ന് ഈക്വൽ ആണ്. അതായത് എസിന് ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഈ പറയുന്നത് എന്താണ്? നമ്മുടെ സെഡ് എന്ന് പറയുന്നത് ക്യൂവിന് ഈക്വൽ ആണ്. സോ ഡി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. ഇത്രയൊക്കെ ചിന്തിക്കാൻ ഒരു പരീക്ഷ ഹാളിരിക്കുന്ന ഒരു സാധാരണ കുട്ടിയെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഒരു ആവറേജ് കുട്ടിയെ കൊണ്ട് പറ്റത്തില്ല. എക്സ്ട്രീം ബ്രില്യൻ്റ് ആയ കുട്ടിക്ക് പറ്റുമായിരിക്കും. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഒന്നുകിൽ കുട്ടികൾക്ക് ഇതുപോലത്തെ ചോദ്യങ്ങൾ കൊടുത്തിട്ട് പ്രാക്ടീസ് കൊടുക്കണമായിരുന്നു. കൊടുക്കാത്ത പക്ഷം നമുക്ക് മോഡൽ തന്നത് നന്നായി. പബ്ലിക് എക്സാമിന് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് പോകാമല്ലോ. അതൊരു ഗുണമൊന്നും മനസ്സിലാക്കുക. ഓക്കെ, നടന്നു നമ്മളതിൽ നല്ലത് മാത്രം കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ 4ാമത്തെ ചോദ്യം അസേർഷനും റീസണുമാണ്. ദ 3s subshell ഹാസ് ഹയർ എനർജി ദാൻ ദ 2p subshell. ശരിയാണോ? അതെ, 3sന് 2pയേക്കാളും എനർജി എന്താണ്? കൂടുതലാണ്. n+l റൂൾ. The n+l value of 3s subshell is greater than that of 2p subshell. പെട്ടെന്ന് ഇത് കാണുമ്പോൾ ശരിയെന്ന് തോന്നുമെങ്കിലും ഇത് തെറ്റാണ്. കാരണം നമ്മൾ n+l വാല്യൂ നോക്കുമ്പോൾ 3sനും 2pക്കും ഒരേ വാല്യൂ ആണ് കിട്ടുന്നത്. ഗ്രേറ്റർ എന്നുള്ളത് ഇവിടെ തെറ്റാണ്. അപ്പോൾ ഇവിടെ അസേർഷൻ എന്ന് പറയുന്നത് ശരിയും റീസൺ എന്ന് പറയുന്നത് ഫോൾസുമാണ്. സോ സി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരവെന്ന് പറയുന്നത്. അല്ലെ, ആലോചിച്ച് നോക്കി. നമുക്കറിയാം n+l എടുക്കുമ്പോൾ ഇപ്പോൾ 3s നമ്മൾ എടുക്കുകയാണ്. 3sൻ്റെ n+l എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും? 3+0 എന്നാണ്. അപ്പോൾ ഉത്തരം 3 എന്ന് കിട്ടും. 2pയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? n വാല്യൂ 2 ആണ്. p എന്ന് പറയുന്നത് എന്താണ്? അത് 1 ആണ്. അപ്പോൾ എത്ര ഒരു 3 വരും. പിന്നെ എന്തുകൊണ്ടാണ് ആദ്യം നമ്മൾ ഈ പറഞ്ഞ എനർജി കൂടുതൽ 3s എന്ന് പറഞ്ഞത്? 2 വാല്യൂവും സെയിം ആയി വന്നു കഴിഞ്ഞാൽ ആരുടെ n വാല്യൂ ആണോ കൂടുതൽ അവർക്കാണ് കൂടുതൽ എനർജി എന്നുള്ളതാണ് നമ്മൾ ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഓരോ ചോദ്യങ്ങളും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ, ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിളുകൾ വിട്ടുപോകരുത്. ഇത് അവിടെ നിന്ന് വന്ന ചോദ്യമാണ്. ഓക്കെ, അല്ലാതെ പുറത്തുനിന്ന് വന്ന ഒന്നുമല്ല, സിമ്പിൾ ചോദ്യമാണ്. പക്ഷേ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് എന്തിലോട്ടൊക്കെ പോകാൻ തോന്നും? അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ബട്ട് ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ കറക്റ്റ് ആണെന്നോ ഒക്കെ മനസ്സിൽ തോന്നിയെന്ന് വരാം. അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടരുത്. അടുത്ത 5ാമത്തെ ചോദ്യം. ദ സ്ട്രക്ചർ ഓഫ് എ ഹൈഡ്രോ കാർബൺ ഈസ് ഗിവൺ. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമ്മൾ ഇത് ടൈപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദെയർ ഇൻ ദ മെയിൻ ചെയിൻ? മെയിൻ ചെയിനകത്ത് എത്ര? 1 2 3 4 5 6 7. തിരിച്ച് നമ്പർ ഇടുന്നതായിരിക്കും നല്ലത് അല്ലേ? തിരിച്ച് നമ്പർ ഇടുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ ബ്രാഞ്ച് കിടക്കുകയാണല്ലോ. അപ്പോൾ 1 2 3 4 5 6 7. എനിക്ക് ആൻസർ പേപ്പർ അല്ല ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചെന്ന് കുട്ടിയും കറക്റ്റ് ഉത്തരം എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ പൊസിഷൻ നമ്പർ ഓഫ് ദ ബ്രാഞ്ച്? ബ്രാഞ്ച് എന്ന് വെച്ചാൽ ഇവൻ, അവൻ്റെ പൊസിഷൻ നമ്പർ എത്രയാണ്? അത് 3 ആണ്. സിമ്പിൾ ഒരു ചോദ്യം, ഉത്തരം കിട്ടി കാണും. അടുത്ത IUPAC നെയിം ഓഫ് എ കോമ്പൗണ്ട് ഈസ് But1ENE. But1ENE, ANE ഡബിൾ ബോണ്ട് ആണ് അല്ലേ? ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ പ്രസന്റ് ഇൻ ദ കോമ്പൗണ്ട്? ബ്യൂട്ട് ആകുമ്പോഴത്തേക്കും എത്രയാണ്? 4 കാർബൺ ആറ്റംസ് അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ആൽക്കൈൻ കണ്ടെയ്നിങ് ദ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം. കണ്ടോ, YNE ആണ് ചോദിച്ചിട്ടുള്ളത്, ഇവിടെ ENE ആണ്. അപ്പോൾ മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് കാർബൺ 4. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ട്രിപ്പിൾ ബോണ്ട് വരുന്നു, ഒന്നാമത്തെ ഭാഗത്താണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ അല്ലേ? അപ്പോൾ CH2 CH3 ഇത് വരച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ചോദ്യം നേരെ വായിക്കാത്ത കുട്ടി ചിലപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഡബിൾ ബോണ്ട് വരയ്ക്കും, CH ഡബിൾ ബോണ്ട് എന്ന് വരച്ച് എഴുതി വയ്ക്കും. ചോദിച്ചിട്ടുള്ളത് ട്രിപ്പിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ടിൻ്റെ കാര്യമാണ്, തെറ്റിപ്പോവരുത്. അപ്പോൾ ഇവിടെയൊക്കെ ആയിരിക്കും പലർക്കും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവുക. ചോദ്യം നേരെ വായിക്കുന്നില്ല. പിന്നെ ഒന്ന് കെമിസ്ട്രിയെ നമ്മൾ ടെൻഷനോടെയാണ് അപ്രോച്ച് ചെയ്യുന്നത് അല്ലേ? ചോദ്യ പേപ്പർ കണ്ട ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ പലപ്പോഴും അല്ലെ, ഇന്നത്തെ ചോദ്യ പേപ്പർ തന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും തെറ്റിക്കാണ്. 3ാമത്തെ ചോദ്യം നമ്മുടെ സമയം വീണ്ടും കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ 4 എത്തിയപ്പോഴത്തേക്കും നമുക്ക് ടെൻഷൻ വന്നു. സോ തെറ്റ്. 6ാമത്തെ ചോദ്യം. എലമെന്റ് എക്സ് ഓഫ് ദ തേർഡ് പീരീഡ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ഹാസ് ദ ലോവസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി. സിംബൽ ഈസ് നോട്ട് റിയൽ. ഇൻ വിച്ച് ഗ്രൂപ്പ് ഡസ് എക്സ് ബിലോങ്? അതായത് 3ാമത്തെ പീരീഡിൽ അയനൈസേഷൻ എൻതാൽപ്പി ഏറ്റവും കുറഞ്ഞാൽ എവിടെ കാണും? നമുക്കറിയാം, ഈ പറഞ്ഞ പീരീഡ് വലത്തോട്ട് പോകുമ്പോൾ അയനൈസേഷൻ എൻതാൽപ്പി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കുറവ് ആദ്യം ഇരിക്കുന്ന ആളായിരിക്കും. ആദ്യം ഇരിക്കുന്ന ആൾ ഏതാ ഗ്രൂപ്പാണ്? ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലേ? ഫസ്റ്റ് ഗ്രൂപ്പിൽ ഉള്ള ആളായിരിക്കും അല്ലേ? ആൽക്കലി മെറ്റൽ.
വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ? അറ്റോമിക് നമ്പർ എത്രയായിരിക്കും? മൂന്നാമത്തെ പീരീഡിൽ ആദ്യം വരുന്ന ആൾ സോഡിയം ആയതുകൊണ്ട് 11 നമുക്ക് എഴുതാൻ പറ്റണ്ടേ? പറ്റണം. ആദ്യത്തെ 20 30 വരെയുള്ളവരിത് പഠിച്ചു വെച്ചോ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ. കലാമിൻ ഈസ് ദ ഓർ ഓഫ് സിങ്ക്. റൈറ്റ് ദ കെമിക്കൽ ഫോർമുല. അതാ ഇവിടെ കുട്ടി എഴുതി വെച്ചിട്ടുണ്ട്. ZnCO3 തന്നെയാണ് ഫോർമുല എന്ന് പറയുന്നത്. വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ദ കോൺസെൻട്രേറ്റഡ് ഓർ ഇൻറ്റു ഓക്സൈഡ്? ഓക്സൈഡ് ആക്കുന്ന എന്തിലൂടെയാണ്? കാൽസിനേഷൻ എന്നിവിടെ കുട്ടി എഴുതിയിട്ടുണ്ട്. അത് തന്നെയാണ് ഉത്തരം. കാരണം ഓക്സിജൻ ഉണ്ടെങ്കിൽ റോസ്റ്റിംഗ് പറ്റത്തില്ല, കാൽസിനേഷൻ. അത് അറിയായിരിക്കുന്നു വിശ്വസിക്കുന്നു. എ ഫ്യൂ ഡേറ്റ റിലേറ്റഡ് ടു എ ഗ്യാസ് ഈസ് ഗീവൺ ബിലോ. യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ്, റിക്വയർഡ് ഫോർ പ്ലാന്റ് ഗ്രോത്ത്, ബേസിക് ആണ്, ഡെൻസിറ്റി കുറവാണ്. അമോണിയെ പറ്റിയാണ് പറയുന്നത്. വാട്ട് ആർ ദ കെമിക്കൽ റിക്വയർഡ് ടു പ്രിപ്പയർ ദിസ് ഗ്യാസ് അറ്റ് ലബോറട്ടറി? അപ്പോൾ ലബോറട്ടറിയിൽ ഇത് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് NH4Cl വേണം. അതുപോലെ തന്നെ ഏതാണ്? CaOH ട്വൈസും ആണ് ആവശ്യം. നമ്മൾ പഠിച്ച കാര്യമാണ്. ഇതൊന്നും അത്ര പാടുള്ള ചോദ്യമൊന്നും തോന്നുന്നില്ല. പിന്നെ പഠിക്കാതെ പോയതിന് പാടായിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബൈ വാട്ട് നെയിം ഈസ് ദ കോൺസെൻട്രേറ്റഡ് അക്വ സൊല്യൂഷൻ ഓഫ് ദിസ് ഗ്യാസ് ഈസ് നോൺ ആസ്? ഇതിന്റെ കോൺസെൻട്രേറ്റഡ് അക്വ സൊല്യൂഷൻ വിളിക്കുന്ന പേര് ഞാൻ പറഞ്ഞു. കണ്ടോ, മോൾട്ടൺ അല്ല. അക്വസ് എന്ന് പറയുമ്പോൾ വെള്ളം ചേർത്ത് കുടിക്കുന്ന സാധനമാണ് ലിക്കർ എന്ന് പറയുന്നത്, അല്ലെ? ലിക്കർ അമോണിയ എന്നതാണ് ഇവിടുത്തെ കറക്റ്റ് ഉത്തരവെന്ന് പറയുന്നത്. 9ാമത്തെ ചോദ്യം. മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ബിക്കോസ് ഇറ്റ്സ് അയോൺ ക്യാൻ മൂവ് ഫ്രീലി. വിച്ച് ഈസ് ദ ഗ്യാസ് ലിബറേറ്റഡ് ദ ആനോഡ് ഡ്യൂറിംഗ് ദ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്? ഏതാണ്? ക്ലോറിൻ ഗ്യാസ് ആണ് ലിബറേറ്റ് ചെയ്യുന്നത്. സിമ്പിൾ ചോദ്യം അല്ലേ? നമുക്കറിയാം അല്ലെ? എന്താണ് ചോദിച്ചിട്ടുള്ളത്? ആനോഡിന്റെ കേസാണ്. ആനോഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പോസിറ്റീവ് ടെർമിനലാണ്. അപ്പോൾ ഈ പറഞ്ഞ Cl- അവിടെ പോയിട്ട് ഇലക്ട്രോണിനെ കൊടുത്തിട്ട് Cl ആകും. Cl ചേർന്ന് Cl2 ഗ്യാസ് ആയിട്ട് ബബിൾ ചെയ്ത് പുറത്തോട്ട് പോകും. രണ്ട് കേസിലും നമുക്ക് ഒരേ സാധനം ആയതുകൊണ്ട് അവിടെ നമുക്ക് ഒരു തെറ്റ് വരേണ്ട ആവശ്യമില്ല. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ കാഥോഡ്. കാഥോഡിൽ എന്താ നടക്കുന്നത്? കാഥോഡിൽ Na എന്ന് പറയുന്ന പ്ലസ് സോഡിയം ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? സോഡിയം ആയിട്ട് മാറും. കാഥോഡിൽ റിഡക്ഷൻ നടക്കുന്ന കേസ് അല്ലേ? ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുക. അടുത്ത് ഓർ ചോദ്യം. Electroplating is one of the application of electrolysis. Copper can be coated on iron bangle by this process. Which is the metal connected to the negative terminal of the battery? അല്ലേ? നെഗറ്റീവ് ടെർമിനലാണ് ഡെപ്പോസിഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഏതായിരിക്കും കണക്ട് ചെയ്യുന്നത്? അവിടെ നമ്മൾ Fe അല്ലെങ്കിൽ അയൺ ആയിരിക്കും കണക്ട് ചെയ്യുന്നത്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ ആനോഡ്. ആനോഡിൽ കോപ്പർ ആണല്ലോ. അപ്പോൾ കോപ്പർ എന്ത് ചെയ്യാണ്? ഓക്സിഡൈസ് ചെയ്യുകയാണ് അല്ലേ? Cu2++2 ഇലക്ട്രോൺസ് ആയിട്ട് മാറുകയാണ് കോപ്പറിൽ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു സാധാരണ ഒരു ആവറേജ് പഠിച്ച കുട്ടിക്ക് എഴുതാൻ പറ്റും. 10ാമത്തെ ചോദ്യം. അറ്റ് 1 atmospheric pressure and 273 Kelvin temperature, 320 grams of sulfur dioxide has a volume of 112 liters. What is the volume of 10 grams of hydrogen under the same pressure and temperature? അപ്പോൾ സെയിം പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറാണ്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറും പ്രഷറിലും ഇരിക്കുന്ന ഒരു വസ്തുവിൻ്റെ വോളിയം എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നമുക്കൊരു റിലേഷൻ അറിയാവും അല്ലേ? എന്താണ്? STPയിൽ ഇരിക്കുന്ന ഒരു ഗ്യാസിൻ്റെ ഒരു മോൾ എന്ന് പറയുന്നത് എത്രയാണ്? അത് 22.4 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 10 ഗ്രാം ഹൈഡ്രോജനിൽ എത്ര വോളിയം ഉണ്ടെന്ന് അറിയാൻ 10 ഗ്രാം ഹൈഡ്രോജനിൽ എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. മോൾ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? ഗിവൺ മാസിനെ നമ്മൾ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മോളിക്കുലാർ മാസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്? 5 മോളാണ്. അപ്പോൾ 5 മോള് അല്ലെ? ഒരു മോളിൽ 22.4 ആണെങ്കിൽ 5 മോളിൽ എത്രയായിരിക്കും? 5 × 22.4 ആയിരിക്കും അവിടുത്തെ വോളിയം എന്ന് പറയുന്നത്. അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 112 ലിറ്റർ എന്ന് തന്നെ കിട്ടും. എത്ര കിട്ടും? 112 ലിറ്റർ എന്ന് കിട്ടും. ഓക്കെ. സ്റ്റേറ്റ് ദ ഗ്യാസ് ലോ റിലേറ്റഡ് ടു ദ സിറ്റുവേഷൻ. അവഗാഡ്രോസ് ലോ ആണ്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈക്വൽ വോളിയം ഓഫ് ഓൾ ദ ഗ്യാസസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടെ മാർക്ക് കിട്ടും. ഉറപ്പായിട്ട് കിട്ടും. അടുത്ത 11ാമത്തെ ചോദ്യം. എസ്റ്റേഴ്സ് ജനറലി ഇതും ഞാനിതൊരു പാടുള്ള ചോദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത് ആ ടേബിളൊന്നും സാധാരണ ഒരു കുട്ടി പഠിക്കാൻ ചാൻസ് വളരെ കുറവാണ്. എസ്റ്റേഴ്സ് ജനറലി ഹാവ് എ പ്ലസന്റ് സ്മെൽ ഓഫ് ഫ്ലവർ ആൻഡ് ഫ്രൂട്ട്സ്. ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എൻ എസ്റ്റർ ഈസ് ഗിവൺ ബിലോ. അല്ലെ? ഇവിടെ എന്താണ്? ഇവിടെ മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് അല്ലെ? ഇവിടെ ബ്യൂട്ട് ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ 2 എണ്ണം വരുന്നില്ല. അപ്പോൾ ഈതയിൽ ബ്യൂട്ടനോയേറ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. വിച്ച് ഫ്രൂട്ട് സ്മെൽ ഡസ് ഇതർ ഹാവ്? ഈതയിൽ ബ്യൂട്ടനോയേറ്റിനുള്ള ഏതാണ്? പൈൻ ആപ്പിൾ സ്മെല്ലാണുള്ളത്. ഇത് കിട്ടാൻ ചാൻസ് കുറവെന്ന് എനിക്ക് തോന്നുന്നു. റൈറ്റ് ദ നെയിം ഓഫ് ദ കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ് ആൽക്കഹോളും തമ്മിൽ ചേരുമ്പോഴാണല്ലോ. അപ്പോൾ മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട്. അപ്പോൾ ബ്യൂട്ടനോയിക് ആസിഡ് അല്ലേ? നമ്മുടെ ബ്യൂട്ടനോയിക് ആസിഡ് ആണ് ഇവിടുത്തെ ആസിഡ് എന്ന് പറയുന്നത്. എത്തനോൾ ആയിരിക്കും ഇവിടുത്തെ ആൽക്കഹോളെന്നും പറയുന്നത്. ആ ടേബിൾ തന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കുറച്ച് പാടാണ്. അത് 12ാമത്തെ ചോദ്യം. എ റിവേഴ്സിബിൾ റിയാക്ഷൻ ഇൻ ഇക്വിലിബ്രിയം ഈസ് ഗിവൺ. 2NO + O2 gives 2NO2 + heat. റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ഇക്വിലിബ്രിയം അവിടെ ഒരേ സമയം റിയാക്റ്റൻറ്റുകളും പ്രോഡക്റ്റുകളും ഉണ്ടാവും.
അവിടെ ഒരേ സമയം എന്തായിരിക്കും ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കും. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. നമ്മൾ ഇക്വിലിബ്രിയത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു വെച്ചതാണല്ലോ അല്ലേ. ഹൗ ഡു ദ ഫോളോയിങ് ചേഞ്ചസ് എഫക്ട് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ? ഈ താഴെ തന്നിട്ടുള്ള കാര്യങ്ങൾ ഫോർവേഡ് റിയാക്ഷൻ റേറ്റിനെ എങ്ങനെ എഫക്ട് ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, മോർ ഓക്സിജൻ ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്റ്റൻ്റ് ആണ്. റിയാക്റ്റൻ്റെ അളവ് കൂടിയാൽ റിയാക്റ്റൻ്റ് എന്താക്കി മാറ്റണം? പ്രോഡക്റ്റ് ആക്കി മാറ്റണം. റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന റിയാക്ഷനാണ് ഫോർവേഡ് റിയാക്ഷൻ. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. പ്രഷർ കൂട്ടിയാൽ എന്ത് സംഭവിക്കുന്ന അറിയാം? നമ്മൾ മോളുകളുടെ എണ്ണം എടുക്കണം. ഇവിടെ 2+1 3 മോള്, റിയാക്ഷൻ നടക്കുമ്പോൾ 2 മോളായിട്ട് മാറും. അപ്പോൾ ഇവിടെ പ്രഷർ നമ്മൾ കൂട്ടുകയാണ്. പ്രഷർ നമ്മൾ കൂട്ടുമ്പോൾ പ്രഷർ കുറയ്ക്കുന്ന എങ്ങനെയാണ്? മോളിൻ്റെ എണ്ണം കുറയുന്ന റിയാക്ഷനെ ഫേവർ ചെയ്തിട്ടാണ്. ഇവിടെ മോളിൻ്റെ എണ്ണം കുറയുന്ന റിയാക്ഷൻ ഫോർവേഡ് തന്നെയാണ്. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻ കൂട്ടിയിട്ടായിരിക്കും പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് ഇവിടെയും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ രണ്ട് സ്ഥലത്തും റിയാക്ഷൻ റേറ്റ് ഇൻക്രീസ് ആണ് ചെയ്തത്. അടുത്ത 13ാമത്തെ ചോദ്യം. ബോക്സൈറ്റ് ഓർ ഈസ് കോൺസെൻട്രേറ്റഡ് ബൈ ലീച്ചിങ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്. ബോക്സൈറ്റ് ഓർ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സോഡിയം ഹൈഡ്രോക്സൈഡിനെ അല്ലേ, ബോക്സൈറ്റ് ഓർ ഈസ് കോൺസെൻട്രേറ്റഡ് ബൈ ലീച്ചിങ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് അഥവാ NaOH. വിച്ച് കോമ്പൗണ്ട് ഈസ് ഫോംഡ് വെൻ ബോക്സൈറ്റ് ഡിസോൾവ് ഇൻ NaOH? ബോക്സൈറ്റ് NaOH ഡിസോൾവ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? NaAlO2 ആണ് ഉണ്ടാവുന്നത്. ഹൗ ഈസ് മെറ്റൽ ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റഡ്? പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സീഡിങ് എന്ന് പറയും അല്ലേ. നമ്മൾ AlOH അല്ലേ, നമ്മൾ ഈ അലുമിനിയം ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്ത് കൊടുക്കും? ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും ഈ AlOH ട്രൈസ് ഫോം ചെയ്തുകൊണ്ടിരിക്കും. അവിടെ നമ്മൾ എങ്ങനെയാണ് അലുമിനിയം പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്? നമ്മളതിനെ ഹീറ്റ് ചെയ്യും. നമ്മളതിനെ എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് Al2O3. ആ റിയാക്ഷൻസ് നമ്മൾ ഒരു ഓർഡറിൽ പറഞ്ഞ് പഠിച്ച് പോയതാണ്, ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ. അടുത്ത് അയൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ സ്റ്റീൽ ടവർ നോൺ as blast furnace where which are 25 to 30 meter high. The mixture known as charge is fed from the top of the furnace via the cup and cone arrangement. What are the substances contained in the mixture known as charge in addition to iron ore? Iron ഓറിനോടൊപ്പം തന്നെ നമുക്ക് പിന്നെ എന്തൊക്കെയാണ് അവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത്? കോക്കും അതുപോലെ തന്നെ എന്താണ്, ലൈം സ്റ്റോണും ആണ് ആഡ് ചെയ്യുന്നത്. വിച്ച് കോമ്പൗണ്ട് ആക്ട് as റെഡ്യൂസിങ് ഏജന്റ്? റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത് ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. ഓക്കെ, കാർബൺ മോണോക്സൈഡ് ആണ് അവിടുത്തെ എന്താണ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിഡക്ഷൻ ഓഫ് ദ അയൺ. എന്ത് സംഭവിക്കും? ഈ Fe2O3 എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് Fe+CO2 ആവും. ഓക്കെ, ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കുക. ബാലൻസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു 3 ഇട്ട് കൊടുക്കാം. 3 ഇവിടെ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവും. 3 കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ് ആവും. ഓക്കെ, ബാലൻസ് ആയില്ലെങ്കിൽ എഴുതി വെച്ചാലും മാർക്ക് തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 14ാമത്തെ ചോദ്യം. Some galvanic cells and their cell voltages are given in the table. Analyze them and answer the question. സിങ്ക് കോപ്പർ, അലൂമിനിയം കോപ്പർ, മെഗ്നീഷ്യം കോപ്പർ. ഏറ്റവും കൂടുതൽ വോൾട്ടേജ് ഉള്ളത് മെഗ്നീഷ്യം കോപ്പറിനാണ്. അപ്പോൾ എമംഗ് ദ ഇലക്ട്രോഡ് യൂസ്ഡ് വിച്ച് മെറ്റൽ ഹാസ് ദ ഹയസ്റ്റ് ടെൻഡൻസി ടു ഗെറ്റ് ഓക്സിഡൈസ്ഡ് ഇൻ ദ റിഡോക്സ് റിയാക്ഷൻ? അപ്പോൾ കോപ്പറാണ് എല്ലായിടത്തും, സിങ്കും അലൂമിനിയവും മെഗ്നീഷ്യമാണ് മാറുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓക്സിഡൈസിങ് ഇവിടെ എല്ലായിടത്തും കോപ്പർ റെഡ്യൂസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഓക്സിഡൈസിങ് ടെൻഡൻസി കാണിക്കുന്ന ആരായിരിക്കും? ഏറ്റവും കൂടുതൽ ചാർജുള്ള ആളെന്ന് പറയുന്ന മെഗ്നീഷ്യത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ ടെൻഡൻസി. ഇഫ് എ galvanic cell is constructed using magnesium and zinc, മെഗ്നീഷ്യവും സിങ്കും വെച്ചാൽ ഫ്രം വിച്ച് മെറ്റൽ ടു വിച്ച് മെറ്റൽ വിൽ ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലോ കൂടിയിൽ നിന്ന് കുറഞ്ഞിടത്തായിരിക്കും? അപ്പോൾ മെഗ്നീഷ്യത്തിൽ നിന്ന് സിങ്കിലോട്ടായിരിക്കും. കാരണം ഇവിടുത്തെ കേസിൽ സിങ്കിനേക്കാൾ റിയാക്റ്റീവ് മെഗ്നീഷ്യം ആയതുകൊണ്ട്. റൈറ്റ് ദ റെഡോക്സ് റിയാക്ഷൻ ഇക്വേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ സെൽ. ഇവിടെ നടക്കുന്ന ഇക്വേഷൻ എന്തായിരിക്കും? ഈ സെല്ലിൽ, ഈ പറയുന്ന സെല്ലിൽ നമുക്ക് മെഗ്നീഷ്യം എന്തായിരിക്കും? Zn2+ഉമായിട്ട് ചേർന്നിട്ട് Mg2+ എന്താണ്? Zn ആയിരിക്കും. ഇതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 15. വേരിയസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ത്രൂ ഓർഗാനിക് കെമിക്കൽ റിയാക്ഷൻസ്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് വെൻ ഈതൈൻ റിയാക്ട് വിത്ത് ഹൈഡ്രോജൻ ക്ലോറൈഡ്. അപ്പോൾ ഈതൈൻ ഹൈഡ്രോജൻ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈതൈനാണ്, ട്രിപ്പിൾ ബോണ്ടാണ്, അത് ബ്രേക്ക് ചെയ്ത് ഡബിൾ ബോണ്ടാണ് അല്ലേ. അപ്പോൾ CH ഡബിൾ ബോണ്ട് CH, ഈ പറയുന്ന എന്തുകൂടെ വരും? Cl കൂടെ വരും അല്ലേ. ഇവിടെ എത്ര? 1 2 3 ബോണ്ട്. CH2 ഇവിടെ 1 2 4 ബോണ്ട്. ഓക്കെ, CH2 CH എന്താണ്? Cl ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് വെൻ ദിസ് കോമ്പൗണ്ട് അണ്ടർഗോസ് പോളിമറൈസേഷൻ? ഇതെന്താണ്? ഇത് വിനൈൽ ക്ലോറൈഡ് ആണ് അല്ലേ. ഇതെന്താണ്? വിനൈൽ ക്ലോറൈഡ്. അപ്പോൾ വിനൈൽ ക്ലോറൈഡ് പോളിമറൈസ് ചെയ്യുമ്പോൾ എന്താവും? PVC, പോളി വിനൈൽ ക്ലോറൈഡ് ആയിട്ട് മാറും. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ റെപ്രസെന്റ് ദ ഫോർമേഷൻ ഓഫ് ദ പോളിമർ. പോളിമർ ഫോം ചെയ്ത കെമിക്കൽ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH Cl, നമ്മളിവിടെ എന്ത് കൊടുക്കും? N ഇട്ട് കൊടുക്കും അല്ലേ.
അപ്പോൾ ഈ പറയുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്ത് പറ്റും, ഇങ്ങനെ എഴുതും CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് Cl. അടുത്ത് ഈ റിയാക്ഷൻ n ടൈംസ് ഇങ്ങനെ ചെയിൻ ആയിട്ട് പോകും. അതാണ് നടക്കുന്നത്. 16ാമത്തെ ചോദ്യം. അനലൈസ് ദ കെമിക്കൽ ഇക്വേഷൻ given below and answer the questions. 2SO2 plus O2 gives 2SO3. How many moles of SO3 will be formed when 2 moles of sulfur dioxide completely react with 1 mole of oxygen? എന്താണ് ചോദിച്ചിട്ടുള്ളത്? How many moles of SO3 is formed? എത്ര SO3 ഫോം ചെയ്യുന്നു എപ്പോൾ? 2 മോൾ ഓഫ് സൾഫർ ഡയോക്സൈഡ് റിയാക്ട് ചെയ്യുന്നു 1 മോളുമായിട്ട്. അത് തന്നെയല്ലേ വെണ്ടയ്ക്ക അക്ഷരത്തിൽ കൊടുത്തേക്കുന്നേ. 2 മോൾ സൾഫർ ഡയോക്സൈഡ് 1 മോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എത്ര ഉണ്ടാകും? 2 മോള്. ഇവിടെ കുട്ടി എഴുതിയിട്ടുണ്ട് 2 മോള്. How many molecules of oxygen are to be reacted with sulfur dioxide to obtain 20 moles of sulfur trioxide? അപ്പോൾ എന്താ ചോദ്യം? എത്ര ഓക്സിജൻ വേണം? 20 മോൾ സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാകാൻ എത്ര മോൾ ഓക്സിജൻ വേണം? നമുക്കറിയാം 2 മോൾ സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാകാൻ 1 മോൾ വേണമെങ്കിൽ 20 മോൾ ഉണ്ടാകാൻ എത്ര? 1 × 10 10 മോൾ മതി അല്ലേ? 10 മോൾ മതി അല്ലേ? എൻ്റെ ഐഡിയ മനസ്സിലായില്ലേ? എടാ ഒരെണ്ണം 2 എണ്ണത്തിന് ഉണ്ടാക്കുമെങ്കിൽ 20 എണ്ണത്തിന് ഉണ്ടാക്കാൻ എത്രയായിരിക്കും? 1 ഇവിടെ എക്സ് 1 × 20/2 10 മോൾ എന്ന് എഴുതാം. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് റിക്വയർഡ് ടു ഒബ്റ്റെയിൻ 22.4 ലിറ്റേഴ്സ് ഓഫ് SO3? അതായത് 22.4 ലിറ്റർ ഓഫ് SO3 ഉണ്ടാക്കണം. 22.4 ലിറ്റർ ഓഫ് SO3 ഉണ്ടാക്കാൻ എത്ര സൾഫർ വേണമെന്നാണ് ചോദ്യം. അപ്പോൾ നോക്കടാ, 22.4 ലിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 1 മോൾ എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ. അപ്പോൾ 224 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും? അത് 10 മോളായിരിക്കും അല്ലേ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? 10 മോള് SO3 ഉണ്ടാകാൻ എത്ര സൾഫർ ഡയോക്സൈഡ് വേണമെന്നാണ്. 10 മോള് SO3 ഉണ്ടാക്കാൻ 10 മോള് തന്നെയാണ് എന്താവശ്യം? 10 മോള് തന്നെയാണ് എന്താവശ്യം? SO2 വേണ്ടത്. 10 മോൾ SO2ൻ്റെ വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും? അത് 224 ലിറ്റേഴ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ അത് തന്നെയല്ലേ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് അല്ലേ? ഇവിടെയും ഈക്വൽ. ഇവിടെ ഈ പറഞ്ഞ SO2വും ഇവിടെ മോൾസ് ഈക്വൽ അല്ലേ? 224 ലിറ്റർ എന്ന് വെച്ചാൽ 10 മോൾ. 10 മോൾ ഉണ്ടാക്കാൻ SO2 എത്ര തന്നെ വേണം? 10 മോൾ വേണം. 10 മോൾ SO2 എത്ര തന്നെ കാണും? ഈ പറയുന്ന എന്താണ് 22.4 ലിറ്റേഴ്സ് തന്നെ കാണും. വോളിയം അല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലിറ്റർ പറഞ്ഞാൽ പോരെ? ഓക്കെ, അപ്പോൾ അത് മതിയാവും. അടുത്ത ബി പാർട്ട് ചോദ്യത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വിക്ക് ലൈം ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹീറ്റിംഗ് ലൈം സ്റ്റോൺ സ്ട്രോങ്ലി. ഹൗ മെനി ഗ്രാംസ് ഓഫ് ലൈം സ്റ്റോൺ ആർ ടു ബി ഹീറ്റഡ് ടു ഒബ്റ്റെയിൻ 224 grams ഓഫ് ക്വിക്ക് ലൈം വിത്തൗട്ട് റിമൈനിങ് എനി അൺറിയാക്റ്റഡ് റിയാക്റ്റഡ്? അതായത് CaCO3 ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് CaOയും CO2വും കിട്ടും. ഹൗ മെനി ഗ്രാംസ് ഓഫ് ലൈം സ്റ്റോൺ? എത്ര CaCO3 വേണം? എന്തിനാണ്? 224 gram ക്വിക്ക് ലൈം കിട്ടാൻ വേണ്ടിയിട്ട്. 224 gram ക്വിക്ക് ലൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അത് എത്ര മോളാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ 224 gram ക്വിക്ക് ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 224 അതിൻ്റെ മോൾ കണ്ടുപിടിക്കണ്ടേ? 224 CaOയുടെ തന്നിട്ടുണ്ട് എത്രയാണ്? 56 ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. ഇപ്പോൾ 4 മോൾ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? നമുക്കിവിടെ നോക്കിയേ, 1 മോൾ CaCO3 ഹീറ്റ് ചെയ്യുമ്പോൾ 1 മോൾ CaO കിട്ടും. അങ്ങനെയാണെങ്കിൽ 224 gram എന്ന് വെച്ചാൽ 4 മോൾ. അപ്പോൾ 4 മോൾ CaO ഉണ്ടാവാനായിട്ട് എത്ര വേണം? 4 മോൾ CaCO3 വേണം. 4 മോൾ CaCO3 എന്ന് വെച്ചാൽ എത്രയാണ്? CaCO3യുടെ മാസ് എത്ര? 100. അപ്പോൾ ആ 100 × മോള് എത്രയാണ്? 400. സോ 400 gram ആണ് ഇവിടെ വേണ്ടത്. ഉത്തരം 400 gram. ഓക്കെ, ലോജിക്ക് വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ചോദ്യങ്ങളാണ്. നിങ്ങളുടെ സ്കൂളിൽ സ്റ്റെപ്പ് വെച്ചാണ് പഠിപ്പിച്ചെങ്കിൽ അങ്ങനെ എഴുതി വെച്ചാലും മതി. പിന്നെ ഞാൻ ഈ ലോജിക്ക് വെച്ച് എഴുതുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലോജിക്ക് എന്താണെന്ന് നിങ്ങൾ പേപ്പറിൽ കൂടെ എഴുതണം. ഉത്തരം 400 gram എന്ന് മാത്രം, അതായത് ഈ പറഞ്ഞ ബി പാർട്ടിൻ്റെ ഉത്തരം = 400 gram എന്ന് മാത്രം എഴുതി വെച്ചാൽ ടീച്ചർ ചിലപ്പോൾ 1/2 മാർക്ക് തരത്തുള്ളൂ. ആ സ്റ്റെപ്പ് കൂടെ ഒന്ന് കാണിക്കണം, അപ്പോഴേ മാർക്ക് കിട്ടത്തുള്ളൂ. 17ാമത്തെ ചോദ്യം. ദ കെമിക്കൽ ഫോർമുല ഓഫ് 2 ഓക്സൈഡ്സ് ഓഫ് മെഗ്നീഷ്യം ആർ ഗിവൺ. Mn2O3 MnO2. Oxidation state of oxygen -2. Atomic number of manganese 25. In which compound manganese show +4 oxidation state? അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. ഓരോന്നിൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതി നമ്മൾ ക്ലാസ്സിൽ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഒന്നുകൂടെ നോക്കാം. Mn2. അപ്പോൾ ഇവിടെ അർത്ഥം എന്താണ്? Mn ആദ്യത്തെ കേസ് നോക്കാം. 2O3 എന്ന് പറയുന്നതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ പരസ്പരം കൂട്ടുമ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടണം? 0 കിട്ടണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, Mn എന്ന് പറയുന്ന 2 എണ്ണം ഉണ്ട്, ഓക്സിജൻ എന്ന് പറയുന്ന എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. നമുക്ക് അറിഞ്ഞൂടാത്ത ഓക്സിഡേഷൻ സ്റ്റേറ്റിന് X എന്ന് കൊടുക്കാം. X × 2 + 3 × ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണെന്ന് അറിയാം, = 0.
അപ്പോൾ 2x എന്ന് പറയുന്നത് എന്തായിരിക്കും? -6 = 0 എന്നായിരിക്കും അല്ലേ? അപ്പോൾ അതിൽ നിന്നും എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും അല്ലേ? mn2 അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? -6 അപ്പുറത്ത് പോകും +6 ബൈ എന്താണ് 2. അപ്പോൾ x = എന്താണ്? 2 4 6 3 എന്നായിരിക്കും വരുന്നത്. +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഇവിടെ +3 ആണ്. ചോദിച്ചിട്ടുള്ളത് എന്താണ്? +4 ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ആളുടെ കണ്ടുപിടിക്കണം. അടുത്ത ആൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അടുത്ത ആൾ നമ്മൾ നോക്കിയേ, ആരാ? ഫോർമുല എന്താ തന്നിട്ടുള്ളത്? MnO2 ആണ്. അപ്പോൾ ഓക്സിജൻ 2 ഉണ്ട്, മെഗ്നീഷ്യം 1 ഉള്ളൂ. അപ്പോൾ അറിഞ്ഞൂടാത്ത മെഗ്നീഷ്യത്തിന് നമുക്ക് x എന്ന് കൊടുക്കാം. പ്ലസ് ഓക്സിജൻ 2 ഉണ്ട്, പക്ഷേ ഓരോ ഓക്സിജൻ്റെ എത്രയാണ്? -2 ആണ്. കൂട്ടുമ്പോൾ കിട്ടേണ്ടത് 0 ആണ്. അപ്പോൾ x - 4 = 0. അപ്പോൾ x = എന്താണ്? +4. അപ്പോൾ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ഏതിലാണ്? MnO2ലാണ്. അപ്പോൾ MnO2 ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത്, റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Mn+4 അല്ലെ? Mn4+ന്റെ കോൺഫിഗറേഷൻ 25 ആണ്. 4 എണ്ണം പോകുമ്പോഴല്ലേ Mn4+ ആവുന്നത്. അപ്പോൾ 21ൻ്റെതാണ്. 21ൻ്റെ നമ്മൾ എങ്ങനെ എഴുതും? 1s2 2s2 2p6 3s2 3p6 3d എത്രയാണ്? 3. ഇതാണ് കോൺഫിഗറേഷൻ അല്ലേ? ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ എഴുതാൻ പഠിച്ച കാര്യമാണ്. ഇതൊക്കെ അറിയില്ലെങ്കിൽ നമ്മുടെ ക്ലാസ് കാണുന്നതായിരിക്കും നല്ലത്. വൈ ഡു ഡി ബ്ലോക്ക് എലമെന്റ് ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലേ? ഔട്ടർ മോസ്റ്റ് 4s അല്ലെ ഔട്ടർ മോസ്റ്റ് എസും ഡിയും തമ്മിൽ ഏതാണ്ട് ഒരേ എനർജി ലെവൽ ആയതുകൊണ്ടാണ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനായിട്ട് പറ്റുന്നത് അല്ലേ? കുറച്ചുകൂടി എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പുറത്തുള്ളവരെയും കൂടി അങ്ങോട്ട് കൊണ്ടുവരാനായിട്ടൊക്കെ പറ്റും. 18. എ കോമ്പൗണ്ട് എക്സ് ബിലോങ് ടു ഈതർ ഫാമിലി. There is an ethyl group on each side of the ether linkage. Write the structural formula of the compound. ഇവിടെ ഈതർ എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്സിജൻ അല്ലെ? OR അല്ലേ? നമ്മൾ ഈ പറയുന്ന ആൽക്കോക്സി. അപ്പോൾ അവിടെ രണ്ടിടത്തും ഈതർ ഉണ്ട്. അപ്പോൾ എന്താണ്? CH2 CH3 CH2 CH3. What is the name of the functional group? Alkoxy group. Structural formula and IUPAC name of the metamer of this compound. Metamer എന്ന് പറയുമ്പോൾ ഒരെണ്ണം മാറ്റി വെച്ചാൽ പോലെ. അപ്പോൾ CH3O CH2 CH2 CH3. അടുത്ത്, write the structural formula of the compound having the same molecular formula but different functional group. OH അല്ലേ? ഏതായിരിക്കും? ഇതിൻ്റെ ഒരുപാട് ഇതിൻ്റെ അല്ലേ പ്രീവിയസ് മാത്രമുള്ളൊരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലത്തെ ഒരുപാട് ചോദ്യം നമ്മൾ ചെയ്ത് പഠിച്ചതാണ് അല്ലേ? പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി, എല്ലാ ക്ലാസ്സും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് OH ആണ് വരുന്നത് അല്ലേ? അപ്പോൾ CH3 ഇതിൽ വരാം, CH2 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 OH എണ്ണി നോക്കി. കറക്റ്റ് ആയിരിക്കും. ഈ പറഞ്ഞ ഈതറിൻ്റെത് ആൽക്കഹോൾ തന്നെയാണ് വരുന്നത്. ഓക്കെ, OH തന്നെയാണ് വരുന്നത്. ഹൈഡ്രോക്സിൽ ഹൈഡ്രോക്സിൽ എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, എന്ന് പറയുമ്പോൾ മാറിപ്പോയി. അടുത്ത്, X and Y are two organic compounds with a different functional group and their molecular formula is C5H10O. Write the structural formula of the compound X having CHO. 5 കാർബൺ അല്ലേ? അപ്പോൾ 1 2 3 4 5 CHO. ബാക്കിയുള്ളത് H ഇട്ട് കൊടുത്താൽ പോരെ. What is the name of the compound containing the functional group generally called? ആൽഡിഹൈഡ് ആണ്. CHO എന്ന് പറയുമ്പോൾ ആൽഡിഹൈഡ് ആണ്. സ്ട്രക്ചറൽ ഫോർമുല ഓഫ് Y. അപ്പോൾ ഇവൻ്റെ അതേ ഫോർമുല വരുന്ന മറ്റവൻ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? കീറ്റോൺ ആയിരിക്കും അല്ലേ? സ്ട്രക്ചറൽ ഫോർമുല എന്തായിരിക്കും? CH3 CH2 CO CH3 CH2 1 2 3 4 5. ഓക്കെ, സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ പൊസിഷൻ ഐസോമർ ഓഫ് ദ കോമ്പൗണ്ട്. ഇതിൻ്റെ പൊസിഷൻ ഐസോമർ വരയ്ക്കാൻ പറ്റി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ CHO ഇടയ്ക്കോട്ട് കയറ്റി വരച്ച് വെച്ച് കഴിഞ്ഞാൽ മതി. പൊസിഷനിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അതും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ സംഭവം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം നമ്മൾ ചെയ്തു. പക്ഷേ കുറേ ചോദ്യങ്ങൾ നല്ല ടഫായിരുന്നു, കുറേ ചോദ്യങ്ങൾ നല്ല ഈസിയും ആയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, മോഡറേറ്റ് കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. നല്ല ബ്രില്യൻറ്റ് സ്റ്റുഡൻസിന് ഓക്കെ, പക്ഷേ സാധാരണ ഒരു എല്ലാ കുട്ടികൾക്കും ഇത് പാടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്ത് പഠിക്കണം? അപ്പോൾ ഇങ്ങനെ വന്ന ചോദ്യങ്ങൾ അല്ലെ ഈ രീതിയിൽ വരുന്ന ചോദ്യങ്ങളും കൂടെ നമ്മൾ തയ്യാറെടുത്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? നമ്മുടെ പബ്ലിക് എക്സാം ഫേസ് ചെയ്യാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരം ചോദ്യങ്ങളും കൂടെ നിങ്ങൾ പഠിക്കുന്നതിനകത്ത് ഉൾപ്പെടുത്തുക. ഓൺലൈൻ റിസോഴ്സുകൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ മാക്സിമം ക്ലാസ്സസ് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ക്ലാസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.